കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ ചേർന്ന കെ.പി.സി.സി യോഗത്തിൽ നിന്നാണ് വി.ഡി. സതീശൻ വിട്ടുനിന്നത്. ഏറെക്കുറെ അദ്ദേഹം യോഗം ബഹിഷ്കരിച്ചു എന്ന് തന്നെ പറയാം. 2 മണിക്കാണ് കെ.പി.സി.സി ഭാരവാഹികളും ഒപ്പം തന്നെ ഡി.സി.സി അധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന യോഗം നിശ്ചയിച്ചിരുന്നത്. യോഗസ്ഥലത്തേക്ക് 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തി. അപ്പോഴേക്കും കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കെ.പി.സി.സി ഓഫീസിൽ നിന്നും ഇറങ്ങിയിരുന്നു. ഇതാണ് സതീശനെ ചൊടിപ്പിക്കാനുള്ള കാരണം. സതീശൻ അവിടെ നിന്ന് ഒന്നും പറയാതെ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി, ബഹിഷ്കരിച്ച് തന്നെ ഇറങ്ങിപ്പോയി. പക്ഷേ നേതാക്കൾക്ക് അത് മനസ്സിലായില്ല. സാധാരണ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, കെ.പി.സി.സിയുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതേ സമയം തന്നെ പുറത്ത് എന്തെങ്കിലും പൊതുപരിപാടിയും ഉണ്ടായിരിക്കും. അങ്ങനെ ആണ് എങ്കിൽ കെ.പി.സി.സി യോഗത്തിൽ നിർബന്ധമായി അദ്ദേഹം തുടക്കത്തിൽ പങ്കെടുക്കും. കെ.പി.സി.സി അധ്യക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം അധ്യക്ഷനോട് അനുവാദം വാങ്ങി പുറത്ത് നടക്കുന്ന പരിപാടിയിലേക്ക് പോകുകയാണ് പതിവ്. ഇന്നലെയും അങ്ങനെ പുറത്ത് നിയമസഭാ ഹാളിൽ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ജി കാർത്തികേയനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ടായിരുന്നു. അത് 3:30-ക്ക് ശേഷമായിരുന്നു പ്രകാശനം. ആ പരിപാടിക്ക് പോയ ശേഷം വി.ഡി. സതീശന് വേണമെങ്കിൽ തിരിച്ച് കെ.പി.സി.സി ആസ്ഥാനത്തെത്തി കെ.പി.സി.സിയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കാമായിരുന്നു. കാരണം 7:30 വരെ ഈ യോഗം തുടരുകയും ചെയ്തു. ഇന്നലെ നടന്ന കെ.പി.സി.സി യോഗത്തിന് മുൻപ് തന്നെ രാവിലെ കോൺഗ്രസിൻ്റെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തതിൻ്റെ 100 വർഷം തികയുന്നതിൻ്റെ ആചരണമായിരുന്നു കെ.പി.സി.സി ആസ്ഥാനത്ത് നടന്നത്. മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. എ.കെ. ആൻ്റണി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കെ.പി.സി.സി ഭാരവാഹികൾ, മുൻ കെ.പി.സി.സി ഭാരവാഹികൾ, ദേശീയ നേതാക്കളടക്കമായ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പരിണതപ്രജ്ഞനായ മുൻ കെ.പി.സി.സി അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ള അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലും വി.ഡി. സതീശൻ വന്നില്ല. വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് തന്നെ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയിരുന്നു. അതിനുശേഷം ഉച്ചവരെ ആ പരിപാടി തുടർന്നിരുന്നു. അദ്ദേഹം കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് എത്തിയതുമില്ല. സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനും കെ.പി.സി.സി നേതൃത്വവും 2 ചേരിയിലാണ്. സമ്പൂർണ്ണ പുനഃസംഘടന വേണം, കെ.പി.സി.സി അധ്യക്ഷനായ കെ. സുധാകരനെ പൂർണ്ണമായി മാറ്റണം എന്ന നിലപാടാണ് വി.ഡി. സതീശൻ സ്വീകരിച്ചത്. ഇതിനെതിരെ രമേശ് ചെന്നിത്തലയും മുൻ കെ.പി.സി.സി ഭാരവാഹികളും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ തന്നെ കെ. സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തി. വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ആ ഘട്ടത്തിൽ പൂർണ്ണമായി ഒരു അകൽച്ചയിലാണ് വി.ഡി. സതീശൻ കെ.പി.സി.സി നേതൃത്വവുമായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മിഷൻ 25 എന്ന അജണ്ട ചർച്ച ചെയ്യുന്ന യോഗത്തിൽ പോലും വി.ഡി. സതീശൻ പങ്കെടുക്കുന്നില്ല. മാത്രമല്ല, കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനുമായി ഒന്നിച്ചിരുന്ന് യോഗങ്ങൾ ചേരാനുള്ള ഒരു തരത്തിലുള്ള മാനസിക അവസ്ഥയിൽ പോലും വി.ഡി. സതീശൻ അല്ല എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ബഹിഷ്കരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്.